ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷെറീസ് വ്ളോഗ്. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്ന് തെച്ചിൻ്റെ വിശേഷമായിട്ടാണ് കേട്ടോ വന്നത്. എൻ്റെ അടുത്ത് 4-5 കളറ് തെച്ചിണ്ട് കേട്ടോ. എല്ലാത്തുമ്മലും ഇപ്പം നല്ലോണം പൂവുണ്ടായിക്കണ്. കണ്ടില്ലേ, നിറച്ച് മുട്ടൊക്കെ ആയിട്ട് ഒക്കെ വിരിയാനുള്ളതാണിനി. ഫുള്ള് പൂക്കളുണ്ടായിക്കണം എല്ലാ തെച്ചിമ്മലും ചെടികളിലും ഒക്കെ ഇപ്പോൾ കുറേ പൂക്കളുണ്ട് കേട്ടോ. എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടിയാണല്ലേ ഈ തെച്ചി. എപ്പോഴും പൂവുണ്ടാവും, പൂമ്പാറ്റകളും ഉണ്ടാവും. ഈ തെച്ചി ചെറിയ ഇലകളുള്ള തെച്ചിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ സൈസ് ഇതേമാതിരിയാവും, ചെറിയ പൂക്കളാവും ഇതിന്മേലുണ്ടാവുക. ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ, ചെറിയ ഇലകളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കളും അതേമാതിരിയാണ്. ചില സമയത്ത് ഇത് നല്ലോണം ഉണ്ടായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ. എളുപ്പം വേര് പിടിച്ച് കിട്ടുന്നൊരു ചെടിയാണ് കേട്ടോ ഇത്. ചട്ടിയിലോ കവറിലോ ആക്കിയിട്ട് നമ്മളിത് നടണം കേട്ടോ. അപ്പോഴാണിത് വേര് പിടിച്ച് കിട്ടുള്ളൂ. വെറും നിലത്ത് നട്ടാലൊന്നും വേര് പിടിച്ച് കിട്ടൂല. ഇത് റെഡ് കളറ് തെച്ചിയാണ് കേട്ടോ. ഇതിന്മേലും ഇപ്പം നിറയെ പൂക്കളുണ്ട്. എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ. നിറയെ ഉണ്ടായിട്ട് പൂക്കളുണ്ട് കേട്ടോ. ഈ തെച്ചിയിൽ നന്നായിട്ട് പൂവിടാൻ വേണ്ടിയിട്ട് നമ്മൾ 19 ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ മിരട്ട് ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി. എന്നാലും ഇതിന്മേൽ നല്ലോണം പൂക്കളുണ്ടാവും കേട്ടോ. എളുപ്പം ചെയ്യാൻ പറ്റിയൊരു വളമാണത്. പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്നുള്ള പച്ചക്കറിയൊക്കെ ഇട്ട് വെച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് ഡൈലൂട്ട് ചെയ്ത് അതൊഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാനതൊഴിച്ച് കൊടുക്കലാണ് അധികവും. അതൊഴിച്ച് കൊടുക്കുമ്പോൾ നല്ലോണം പൂക്കളുണ്ടാവാറുണ്ട് കേട്ടോ. അതൊക്കെ നല്ലോണം മുട്ടിട്ട് നിൽക്കുകയാണ് പൂവുണ്ടാകാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ. ഈ ചെടി നല്ലോണം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം കേട്ടോ നമ്മൾ നടാൻ. വെയിലില്ലാത്തടത്താകുമ്പോൾ പൂക്കൾ കുറവാകും. വെയിൽ ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ് കേട്ടോ ഈ തെച്ചി. ബോഗൺവില്ലൊക്കെ മാതിരി തന്നെ വെയിൽ ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ് ഈ തെച്ചി ചെടി. ഇത് ഓറഞ്ച് കളറ് തെച്ചിയാണ് കേട്ടോ. അതിൻ്റെ വേറൊരു കളറാണിത്. ഇതിന്മേലും നിറയെ പൂക്കളുണ്ട്. ഇത് തെങ്ങിൻ്റെ ചോട്ടിലായതുകൊണ്ട് എപ്പോഴും ഓലൊക്കെ ചാടി ഇത് എപ്പോഴും ഇങ്ങനെ മുറിഞ്ഞു പോകും കേട്ടോ. എന്നാലും ഉള്ള കൊമ്പുമ്മലൊക്കെ ഇതിന്മേൽ പൂവുണ്ടായിട്ടുണ്ട്. നമ്മളൊരു ഗാർഡൻ സെറ്റാക്കുമ്പം ആദ്യം നമ്മൾ തെച്ചിച്ചെടിയൊക്കെയാണല്ലേ നടുക. വലിയ കെയറിങ് ഒന്നും വേണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം മുറ്റത്തോട്ട് നോക്കാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. എല്ലാ ചെടികളിലും ഒരുപാട് പൂക്കളുണ്ടായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അടേന്യത്തുമലൊക്കെ നിറയെ പൂവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുറ്റത്തേക്ക് നോക്കാപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. പൂക്കൾ കുറേ ഉള്ളത് കൊണ്ട്. കനകാമ്പരത്തിലൊക്കെ പൂവുണ്ടായിക്കണം കേട്ടോ ഇഷ്ടംപോലെ. ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ ചെടികളിലൊക്കെ. അപ്പോൾ തന്നെ മുറ്റത്തേക്ക് നോക്കുമ്പോൾ ഒരു സന്തോഷമാണ് ഇപ്പോൾ. ഇത് റോസ് കളർ തെച്ചിയാണ് കേട്ടോ. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, വലിയ ഇലയായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പൂക്കളും വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അതിന്മേലൊക്കെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി മൊട്ടുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. കുറച്ച് പൂക്കളെ വിരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് വേറൊരു കളറാണ് എൻ്റെ അടുത്തുള്ളത്. പിന്നുള്ളത് ഈ റെഡ് കളറാണ് കേട്ടോ. ഇതിന്മേൽ എപ്പോഴും പൂവുണ്ടാവും. പൂവ് കഴിഞ്ഞാൽ നേരെ ഇതിനുണ്ടാവലില്ല. എപ്പോഴും ഇതിന്മേൽ പൂവാണ്. ഇത് പിന്നെ ആ ഒരു ചെടിക്ക് കുറച്ച് തണലായാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ചെടികൾക്കൊക്കെ നല്ല വെയിൽ വേണം. ഈ തെച്ചി എങ്ങനെ നട്ട് പിടിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അതേമാതിരി ഒരു കൊമ്പ് വെട്ടിയെടുത്താൽ മതി. ഇത് വേഗം പിടിച്ച് കിട്ടും കേട്ടോ. ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മണ്ണും മണലും ചാണകപ്പൊടിയും മിക്സ് ചെയ്തതാണ് ഇട്ടത്. ഇതിലേക്ക് നമ്മൾ ഈ തണ്ടുണ്ടല്ലോ, ഇതിൻ്റെ അടിയത്തെ ഇലകളൊക്കെ കളഞ്ഞിട്ട് ചട്ടിയിലേക്ക് കുത്തി കൊടുത്താൽ മതി കേട്ടോ. കുത്തി കൊടുത്തിട്ട് നല്ല മണ്ണൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ, അത് ഇളകാതെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ആദ്യം തന്നെ ആകുമ്പോഴേ. എന്നിട്ട് പിന്നെ ഒരു തണൽ ഉള്ള സ്ഥലത്തേക്ക് നമ്മളത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ വേര് പിടിച്ചോളൂ കേട്ടോ. ഞാൻ എപ്പോൾ വെക്കുകയാണെങ്കിലും ഒരൊറ്റൊന്ന് പോലും പിടിക്കാതെ നിൽക്കലില്ല. എളുപ്പം പിടിച്ച് കിട്ടുന്നൊരു ചെടിയാണ് കേട്ടോ ഇത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇടാനൊന്നും ആരും മറക്കല്ല കേട്ടോ. കുറേ ആയി വീഡിയോ ഇട്ടിട്ട്. അവനി തുടങ്ങണം ഇൻഷാ അല്ലാ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യോണ്ടി.